അതപ്പോൾ ഇവിടെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ വെള്ളപ്പൂവിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ അണ്ണാനെ അവിടെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ 2 സ്റ്റിക്കർ പോലെ ഒരു സാധനം ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും മഴ വന്നു. ഞാൻ ഇങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് അണ്ണാനെ എങ്ങനെയാണ് അതുമ്മ കയറുമെന്നുള്ളത്. കാരണം ഈ അണ്ണാൻ വന്നിട്ട് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ, കിളികൾക്കൊന്നും വന്നിട്ട് അവർ ഫുഡ് കഴിക്കണില്ലാന്നേ. അണ്ണാൻ വരുന്നുണ്ട് കേട്ടോ. അണ്ണാൻ കയറുമെന്ന് നോക്കട്ടെ. ഫുഡ് പോയി എടുത്തിട്ട് വരട്ടെ കേട്ടാ. പാർത്തി വെച്ചത് തീർന്നു. അത് കഴിക്കും. അതിൻ്റെ ഇല്ല, തീർന്നു. ഇന്നിപ്പോൾ രാവിലെ നേരം കേട്ടോ. സമയം 7 മണിയായിട്ടുള്ളൂ. ഞാൻ നമ്മുടെ താറാവിനും കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ കിളികളൊക്കെ വരുന്നുണ്ട്. ഇന്നലെ ഞാൻ തീറ്റ നിറച്ചിട്ടുണ്ടായിരുന്നില്ല. തീറ്റ കഴിഞ്ഞിരിക്കാൻ എനിക്ക് കുറച്ച് തീറ്റയുള്ളൂ. എന്തോരം കിളികളെ വരുന്നതെന്ന് വെച്ചിട്ട് വാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അണ്ണാൻ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അവൻ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ലാന്നേ. എന്തോരം കിളികൾ വരുന്നതെന്ന് വെച്ചിട്ട് വാ. പലതരത്തിലുള്ള കിളികൾ വരും കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ കുരുവികൾ വേണ്ട. അവിടെ ഒരു അണ്ണാൻ കിടന്നിട്ട് ഓടണുണ്ട മരത്തിൻ്റെ മുകളിൽ. അവൻ കയറുന്നതിനും മുകളിൽ കയറിയിട്ട് ആ കൂടിൻ്റെ ഉള്ളിലാണ്ട് ഇരിക്കും, സൈഡിൽ പിടിച്ചിട്ട്. പിന്നെ കിളികൾക്കൊന്നും വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. കിളികൾ നിറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികൾ നിറഞ്ഞേക്കാം അവിടെ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് കേട്ടോ. ചിമ്പ് നമ്മുടെ പിന്നാലെ വന്ന് ചിമ്പിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് സൺലൈറ്റ് വരുന്നുണ്ട്. ചിമ്പ് എപ്പോൾ പോയാലും നമ്മുടെ പിന്നാലെ ഉണ്ടാവും. ആസ്മി ചേട്ടൻ ഇത്രയ്ക്കധികം നമ്മുടെ പിന്നാലെ നടക്കില്ല കേട്ടോ. പക്ഷെ ചിമ്പിട്ടന് അങ്ങനെയല്ല. ഞാനിവിടെ ജസ്റ്റ് നമ്മുടെ പൂവൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതിന്. കുറേ പൂവുകളുണ്ടായി നിൽക്കുന്നുണ്ടല്ലോ. കുറേയൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീനിയുടെ കൊമ്പുകളൊക്കെ ഏതാന്ന് നോക്കിക്കുക എല്ലാം ഇങ്ങനെ താഴെ വീണെടുക്കുക.
ഇതാ അവിടെ ഒരു കൂട്ടം കിളികൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഈ എന്തോരം ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവരെല്ലാം എൻ്റെ ഫുഡ് മുഴുവൻ വന്ന് കഴിച്ചിട്ട് പോകണം. പോവാം നമുക്ക്. കൊച്ചിന് വാക്കിങ് കഴിഞ്ഞാ? കൊച്ചിന് കിളീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആടാ കുട്ടാപ്പി ചിമ്പുട്ടാ ഭയങ്കര സ്നേഹമാണ്. ചിമ്പുട്ടാ എൻ്റെ നിഴലിവിടെ കാണുന്നുണ്ട്. ചിമ്പോണ്ട് പോരെ ബാ, ഞാൻ പോവാ. ഇങ്ങോട്ടേക്ക് ചെറുക്കെ കാണിക്കണേ. ഞാൻ നടത്തൊക്കെ കഴിഞ്ഞ് വന്നതാട്ടോ. രാവിലെ നേരമാണ്. ചിമ്പു എൻ്റെ പിന്നാലെ ഓടി വന്നു. ചിമ്പുവിന് രാവിലെ ഫുഡ് കൊടുത്തിട്ടില്ല. Aspen, ഓടി വാ. Aspen, Aspen, വാ. നമ്മുടെ ചിമ്പൂട്ടനുണ്ടല്ലോ, ചിമ്പു എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. ചിമ്പു ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്കും പുറത്തേക്കും പോയില്ല. നമ്മുടെ ആസ്പിൻ ചേട്ടൻ ഇടയ്ക്ക് ഫെൻസിൻ്റെ അടിയിൽ കൂടെയൊക്കെ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരും. പക്ഷേ ചിമ്പു ഒരു സ്ഥലത്തേക്കും പോയില്ല കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഓടാൻ വേണ്ടിയിട്ട് പോകില്ല. അപ്പോൾ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാർ എടുത്തിട്ട് പോകുന്ന സമയത്ത് അവൻ അവിടെ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ അവനെ ഗേറ്റിൻ്റെ പുറത്തേക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോകില്ല. എപ്പോഴും ഇവിടെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുണ്ടാവും. ഞാനങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടി വരും. അല്ലെങ്കിൽ മിക്കപ്പോഴും അവിടെ ആ ഗ്ലാസ് ഡോർ ഉണ്ടല്ലോ, അവിടെ തന്നെയായിരിക്കും മിക്കപ്പോഴും ഇരിക്കുക. പിന്നെ ഉറങ്ങണ സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് പോകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിളിച്ചാലും പെട്ടെന്ന് ഓടി വരും. നമ്മുടെ ടുട്ടു അങ്ങനെയായിരുന്നല്ലോ, എപ്പോഴും ആ ഗ്ലാസ് ഡോറിൻ്റെ അടുത്ത് ടുട്ടു ഉണ്ടാവാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ചിമ്പും, എപ്പോഴും അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആയിരുന്നാലും നമ്മുടെ പിന്നാലേക്ക് ആൾ വരും. ആൾക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ് നമ്മളുടെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. പിന്നെ കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മേത്തിങ്ങനെ വന്നിട്ട് ഏത് നേരം ഇങ്ങനെ മുട്ടി ഒരുമിയിട്ട് ഇങ്ങനെ കാണിക്കും എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട്. ആസ്പിനും അങ്ങനെ ചെയ്യും. പക്ഷേ ആസ്പിന് വേറൊരു ക്യാരക്ടറാണ്, ചിമ്പുവിന് വേറൊരു ക്യാരക്ടറാണ്. ആസ്പിനെ എന്നാൽ നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. ചിമ്പുവിന് അങ്ങനെയല്ല. എനിക്കാണ് ചിമ്പു ചിലപ്പോൾ ഇപ്പോൾ ഈ ചെറുതായതുകൊണ്ടായിരിക്കാം ഒരു ഭയങ്കര ഇഷ്ടമാണ്. വേറെ അങ്ങോട്ടേക്കൊന്നും പോകുന്നതൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു.
പൂവൊന്നും കളയരുത്. അവിടെ നിൽക്കണ്ടല്ലോ. പച്ചക്കറികൾ പറിക്കാം. ചിമ്പുട്ടെ ചിമ്പുട്ടെ ചിമ്പു ഓടിയോ ഓടിവാ ഓടിവാ. നമ്മൾ പച്ചക്കറികൾ പറിക്കാൻ പോവാ. ഓടിവാ. ആടെ കൂട്ടാ. വെള്ളത്തിൻ്റെ ഒക്കെ കളറ് മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയ്യോ 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 ഇങ്ങനെ നന്നായിട്ട് മൂക്കുന്നോണ്ട് അയ്യോ നമ്മളെ വഴുതനങ്ങ കിടന്നിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് തോന്നേട്ടോ. അതിന്റെ കളറ് നോക്കിക്കേ. ഇതിന്റെ കളറ് ഭയങ്കരമായിട്ട് ഇത് ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ ചെറുതിന്റെ ഒക്കെ കളറ് നല്ല 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 പർപ്പിൾ കളറിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോണേ ചിമ്പു എവിടെയാ? ചിമ്പു ആ മരത്തിന്റെ മുകളിൽ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ തക്കാളി കേട്ടാ. തക്കാളി ഇതാ നന്നായിട്ട് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പഴുത്ത കളറല്ല ഇതിന് വന്നേ. ഇതെനിക്ക് അതോ മഞ്ഞ കളർ തക്കാളിയാന്ന് തോന്നുന്നു. ഇതിന് പഴുത്ത് കഴിഞ്ഞിട്ട് മഞ്ഞ കളറാണ് വന്നേ. ഇതിന്റെ ഇലയൊക്കെ വാടി തുടങ്ങിയിട്ടാ. കാരണം ഇതൊക്കെ പോയി തുടങ്ങിയെന്ന് തോന്നണോ. രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്ന് കൂടിയിട്ടുണ്ട്. പയറും തോട്ടത്തിൽ കുറച്ച് തക്കാളി ഉണ്ട്. അതുമ്മ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. അതുമേ നമ്മൾ നാല് ദിവസം കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പോയി നോക്കാം. ചിമ്പു ആസ്പിനും കൂടിയിട്ട് വേറെ കളിക്കലാണോ തല്ലു പിടിക്കുന്നതാണോന്ന് അറിയില്ല. ചിമ്പു അവിടെ നിൽക്കുന്നുണ്ട്. ആസ്പിൻ കൊണ്ട് എന്താ ഇവിടെ നിൽക്കുന്നുണ്ട്. എന്തേ കിടക്കണം. ഇതിൻ്റെ ഉള്ളില് നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക ഉണ്ടായി. ഓ മൈ ഗോഡ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഈ സൈഡിലേക്ക് വന്നിട്ട് കുറേ നാളുകളെ ആയിട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മളിങ്ങനെ കിടക്കാറുണ്ടായില്ല. ഇവിടെ നമ്മൾ ഫെൻസ് വെച്ചിട്ടുണ്ടല്ലോ. ഒരു സാധനം നിങ്ങളെന്നെ ഞാൻ കാണിച്ചു തരാം. ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നട്ടതാട്ടാ. ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. കാരണം ഇതിലൂടെ ഗേറ്റ് അടച്ചേക്കണേ. ഇപ്പോൾ ഞാൻ ഫയർ നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുള്ളൂ. ഇവിടെ എന്നിട്ട് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ട് പോക്കണം പതിവ്. ഒരു വലിയൊരു സാധനം ഉണ്ടായി കിടക്കുന്നുണ്ട്. എൻ്റെ അമ്പോ മീൻ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ഒന്നിക്കട്ടെ. ഇതാണ് വെള്ളരിക്കാന്ന് പറയണത്. ഇത് നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക കേട്ടാ. ഈ വർഷം നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ വിത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ടതാണ് ഇത് തന്നെ നമ്മൾ നമ്മുടെ ഗരാജിൻ്റെ ബാക്കിൽ അവിടെ കുറച്ച് നമ്മൾ നട്ടിട്ടുണ്ട്. അവിടെ ഒരു മരം ഉണ്ടല്ലോ, അവിടെ കിളികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ നമ്മൾ നട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ചെറുത് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് വലുത് നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എത്ര ഉണ്ടായി കിടക്കുന്നത് ഇതിലെ
ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് മറ്റേ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ബട്ടർ സ്കോഷ് എന്ന് പറഞ്ഞൊരു സാധനം നടാറില്ലേ, അതാണ് വിചാരിച്ചിട്ട് ഇരുന്നിരുന്നേ. ഇത് പെട്ടെന്ന് വലുതാവും തോന്നണോ? ഇതെനിക്ക് തോന്നണോ ഇതെന്താണ്, ഇത് 5-6 ഉണ്ടായി കിടക്കുന്നുണ്ട്. നോക്കിക്ക്, ഇതും പറിച്ചെടുക്കട്ടെ. എത്ര ഉണ്ടായിക്കണേ നോക്കിക്ക്. പക്ഷെ അത് വന്നിട്ട് ഭയങ്കര വലുത്. ഞാൻ ഇപ്പോഴെങ്കിലും വന്ന് നോക്കിയിട്ട് നന്നായി, അല്ലെങ്കിൽ എനിക്കത് സത്യം പറഞ്ഞാൽ അതിങ്ങി ഇവിടെ കിടന്നിട്ട് നാശമായി പോയേനെ. ആദ്യം നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് ഈ സൈഡിലേക്ക് നമ്മളെപ്പോഴും ഈ കുക്കുംബറാണ് നമ്മൾ നടാറുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കുക്കുംബറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ പെട്ടെന്ന് ഉണ്ടായി ഇപ്പോൾ തീരേണ്ട സമയം കഴിഞ്ഞു. പിന്നെ നോക്കിയിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി ഇത് ബട്ടർ സ്കോഷ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. കുറേ കൊല കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട്. എന്തായാലും ഒന്നും കൂടി നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് പറിക്കാം. ഇതിനുള്ളുണ്ട് വേണ്ടതുണ്ടായി കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് തിരുപ്പി നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം ഉണ്ടായി കിടക്കുന്നത്. എന്തായിരുന്നാലും പറിക്കണല്ലേ. വെണ്ട തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ട നമുക്ക് വേറെ ഉണ്ട് കേട്ടോ. വെണ്ടേമേ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മൂത്താണ് ഇല്ല മൂത്തടിച്ച് ഇത് വലിയ ടൈപ്പ് വെണ്ടക്കായ തോന്നും. നമ്മൾ ഇവിടെ 2 ഉണ്ടായിട്ടുള്ളൂ. ഇനി അവിടെ നമ്മുടെ അമരപ്പയർ ഉണ്ടായിട്ടുണ്ട്, അതും കൂടി പറിച്ചെടുക്കുക. പിന്നെ ഈ വർഷം നമ്മൾ പാവലും പിന്നെ പടവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നന്നായി വന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളറൊക്കെയാണ്. അതാണ് ഈ സൈഡ് മൊത്തം എം ടി ആയിട്ട് കിടക്കണേ. കഴിഞ്ഞ വർഷമൊക്കെ ഇവിടെയൊക്കെ എന്തോരം പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നറിയാം. അടുത്ത വർഷം ഞാൻ എന്തായാലും ഞാൻ ഇതിൻ്റെ ഷീറ്റ് കുറച്ചും കൂടി നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഈ പച്ചക്കറികൾ ഓരോന്ന് നട്ട് കഴിഞ്ഞിട്ടേ മൊത്തം ഷീറ്റ് എടുത്ത് മാറ്റണ്ടേ. ഇതിപ്പോൾ കുറച്ച് ഇതുള്ളൂ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ആ കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വരും. ഈ വർഷം തോട്ടം കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ശരിക്കും ഭയങ്കര സങ്കടം. പക്ഷേ അമരപ്പയർ എനിക്ക് നന്നായിട്ട് ഇതായിരിക്കും. അമരപ്പയറും എനിക്ക് തോന്നുന്നു ഇത് കുറ്റിയായിട്ട് നിൽക്കണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെ ചെറുതായിട്ട് നമ്മളൊന്ന് അടിയിൽ നിന്നൊന്ന് കെട്ടി കൊടുത്തുകഴിഞ്ഞാൽ അത് ഇതേപോലെ ഇങ്ങനെ പടർന്ന് കിടക്കാണ്ട് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് മുകളിലേക്ക് പൊന്തി പോയാണ്. ഇനിയിപ്പോൾ എന്തായാലും 2 ആഴ്ചയോട് കൂടിയിട്ട് ഇവിടെ ഇനിയിപ്പോൾ തണുപ്പ് തുടങ്ങിയായി. എന്തായാലും ഈ വർഷത്തെ നമ്മുടെ പരിപാടി അത്യാവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. വരവില്ലായ കുമ്പളങ്ങയുടെ വലിപ്പമുള്ള വെള്ളരിക്കേ എവിടെ അവിടെയാ? അവിടെ കൊറേ കഴിച്ചിട്ട് ഇത്രയ്ക്ക് വലുത് ആദ്യമായിട്ടാ. ബാക്കിയുള്ള ഇത്രയ്ക്ക് കളറായിട്ടില്ല. ഈ സാധനം അവിടെ കിട്ടുന്നത് അതായത് നമ്മൾ അതിൻ്റെ ഒരു ചെറുത് പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ വേറെ ഉണ്ടെന്ന് പറഞ്ഞു ഇതിന്റെ വലുത് നോട്ടെ. ഇനി അവിടെ ഉണ്ടായില്ല അവിടെ നോക്കട്ടെ. അപ്പോൾ ചേട്ടൻ അവിടെ ഗ്രീൻ ഹൗസിൽ അവിടെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വെള്ളരിക്കാന്ന് പറഞ്ഞത് ഇവിടെ കേട്ടാ. ഇവിടെ നിന്ന് നനച്ച് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് അത് കണ്ടത്. പക്ഷേ ഇതിന് മുമ്പ് ഇവിടെ നിന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിരുന്നല്ല, അത് ചെറുതാട്ടാ. അതാണ് ഇറക്കി പടർന്ന് കിടക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇതാട്ടാ ഇതിൽ എന്തൊരു വലുതാന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത്
അവസാനം പറഞ്ഞത് ഇത് വലുതായി വരുന്നുള്ളൂ. ഇത് നമ്മുടെ ചിമ്പൂട്ടൻ നമ്മുടെ താറാവുകളുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ആ ഗീസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് വലുതായിട്ടാണ്. അതിന് പറക്കാനൊക്കെ പറ്റും, പക്ഷേ അതിനെ പറക്കാൻ വേണ്ടിയിട്ട് ആരും പഠിപ്പിച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറക്കാണ്ട് നടക്കുന്നത്. ചിമ്പു ബാബ 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 ബാബ. അപ്പോൾ നമ്മുടെ ചെടികളും അതൊക്കെ അവിടെ നടന്ന് നോക്കണുണ്ട്. പോൾസേട്ടനും ഓഫീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങൂട്ടാ. പിന്നെ രാത്രിയായി. ഇന്ന് പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ ഇന്ന് പോൾസേട്ടൻ്റെ ഇവിടെ ഒരു കടയിലൊക്കെ പോയി വന്നു പറഞ്ഞ് നേരം വൈകി. അതായത് ഇന്ന് പുല്ല് വെട്ടൽ നടന്നിട്ടില്ല. കാരണം 2-3 ദിവസമായിട്ട് ഇവിടെ മഴയായിരുന്നേ. പുല്ലൊക്കെ വെട്ടേണ്ട സമയമായിട്ടുണ്ട്. മെരട്ടയിലുമ്പോൾ കുറേ പൂണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനാണ് മെരട്ടയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു തൈ അവിടെ വേറെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പോൾസേട്ടൻ പറയണം അതുമ്പോൾ കണ്ടവനം പൂവുണ്ടായിട്ടുണ്ടെന്ന് പറയണം. നമ്മുടെ സീനിയർ പൂവാട്ടാ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചപ്പോഴേ ഭയങ്കര സൺലൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്രയ്ക്ക് ഭംഗിയായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആരും പറയുന്നുണ്ടായിരുന്നു ഫിൽറ്റർ ഓണാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു. ഫിൽറ്റർ ഓണാക്കി വെച്ചിട്ടല്ല, അന്ന് ഭയങ്കര വെയിലാകുമ്പോൾ നമ്മൾ വന്ന് പിടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ കാണാം. ഒന്നും അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ വേപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. വേപ്പ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല രസമുള്ള പൂ കേട്ടത്. പോൾസേട്ടൻ ഓരോ ചെടികളും പൂവൊക്കെ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പണികളൊക്കെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ വിൻ്റർ ആവാറായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ എന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നേരം ഉണ്ടാവില്ല. എല്ലാവരും ഓരോരോ പണികളുടെ തിരക്കൊക്കെ ആവാറ് സാധാരണ പതിവ്. പൂക്കളാണെങ്കിൽ ഓരോ പൂ എടുത്ത് കാണുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി അറിയാം. ഈ പൂവിൻ്റെ കളർ നോക്കിക്കേ, എന്ത് രസം. എൻ്റെ അമ്മോ, നല്ല ഭംഗിയുള്ള, ഭയങ്കര രസമായിരുന്നു ആ കളർ കാണാൻ വേണ്ടിയിട്ട്. നല്ല പൂക്കളൊക്കെ പിന്നെ നമുക്ക് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. ഇറങ്ങിയെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചത് കാണിച്ചതാണല്ലോ. ഇനി ഇതും ഇപ്പോൾ ഇനി 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ ഇതിനെ പറിച്ച് ഇനി ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവാം. പൂവിൻ്റെ ഭംഗി പിന്നെ പറയണ്ടല്ലോ, അത്രയ്ക്ക് രസം. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. പോൾസേട്ടനകത്തേക്ക് കയറിയിട്ടോ. ഞാനത് കുറേ അകലെ തൊട്ട് എടുക്കണേ. ആ പോൾസേട്ടൻ ഡോറടിച്ച്. സമയം എനിക്ക് അവിടെ 8:15 ഇപ്പോൾ. നമ്മുടെ ചിമ്പൂട്ടുണ്ട് അവിടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. ചിമ്പു, കോഴിനെയും താറാവിനെയൊക്കെ വേഗം കയറ്റ്. ഇവൻ കയറ്റും. കോഴിനെയും താറാവിനെ കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. എൻ്റെ അണ്ണാനെ എത്ര വട്ടം നിന്നോട് ഞാൻ പറഞ്ഞേക്കണു കിളിയുടെ കൂടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. നീ കയറി. ആ ചിമ്പു ഓടിക്കും. ചിമ്പു
ഇത് വാ വാ ഇത് കയറി വാ ഇത് കയറി വാ. കൊച്ചിന് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോട് പറയാനുണ്ട്. ഇത് കയറി വന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ആ എൻ്റെ ദൈവമേ എൻ്റെ കാലിൻ്റെ ഉള്ളിൽ പോകണം. ഇങ്ങോട്ട് വാ ചിമ്പൂട്ട. ആ ചിമ്പൂട്ട ഒന്ന് പോസേ ചിമ്പൂട്ട. ചിമ്പുവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തോരം ആൾക്കാരെ അവിടെ നിൽക്കണേന്ന് അറിയാം. ചിമ്പുവിനെ എന്താ അകത്ത് കയറ്റാത്തതെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നുണ്ട്. ചിമ്പൂട്ടിനെ വാക്സിനൊക്കെ എടുത്തിട്ട് ചിമ്പൂട്ടിനെ അകത്ത് കയറ്റാനൊക്കെയുള്ള ആൾക്കാർ പറയുന്നത്. കൊറിയൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കൊറിയൻ കടയും ചൈന കടയിലാവും. അപ്പോൾ ആ കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിത് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പോൾ അത് നാം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലത്തെ തന്നെ ഇതൊരു പാക്കറ്റിൽ ഉണ്ടായതാണ്. ഇങ്ങനത്തെ ഒരു 4 പാക്കറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ട മരം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് നമ്മുടെ ഈ പനനഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. എനിക്ക് നാട്ടിൽ ചെറുപ്പം ഏറ്റവും കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള സാധനം പനനഞ്ച്. അത് കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ആ സാധനത്തിൻ്റെ ടേസ്റ്റാണ് ഇത്. പക്ഷേ ഇങ്ങനെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ്, കഴിക്കാനാണെങ്കിലും നല്ല 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 രുചിയുണ്ട്. നല്ല എന്താ പറയുക, കൈ കൊണ്ടൊന്നും പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതിൻ്റെ ഈ തോടിന് നല്ല കട്ടിയുണ്ട്. ഇത് ഞാൻ മുറിച്ച് കഴിയുമ്പോൾ 2 പീസായിട്ട് പോയി. ഞാൻ പതുക്കെ ഒന്ന് മുറിച്ചിട്ട് പിന്നെ അതിന് മേലെ അങ്ങനെ വിടിയിച്ചിട്ട് എടുക്കാറുണ്ട്. ഇത് മധുരമെന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇത് മധുരം നല്ല ടേസ്റ്റ്. ഏതാണ്ട് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മുടെ കരിക്കും അതിനകത്തൊക്കെ പറഞ്ഞാൽ ടേസ്റ്റ്. പക്ഷേ കരിക്കിനേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. കരിക്കിൻ്റെ ഒരു ടേസ്റ്റിൽ പോവും, എന്നാലും ചെറിയ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഇല്ലേ. നല്ല മധുരം. ഇന്ന് രുചി കഴിക്കാൻ വേണ്ടിയിട്ട്